പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു വിശേഷപ്പെട്ട അറിവാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജങ്ങളുടെ ഒരു കലവറയാണ്. നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ ആകർഷണ നിയമങ്ങൾ നമ്മുടെ ശരീരത്തിൽ നന്നായി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്കറിയണം. അത് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ പലതും നമ്മുടെ വായ്ക്കരികിലെത്തിയിട്ട് നഷ്ടമായി പോകും. ചിലതാണെങ്കിലോ നമുക്കരികിലേക്ക് ഒരിക്കലും എത്തുകയുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ആഗ്രഹങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലത് ദീർഘകാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നവയായിരിക്കും, ചിലതാണെങ്കിലോ ഹ്രസ്വകാലം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നവയായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിൽ കരുതണം. ഈ ആകർഷണ നിയമം ഒരു കൊറിയൻ ടെക്നിക്കാണ്. നമുക്കാണെങ്കിലോ 5 പൈസയുടെ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ ഇത് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യണം. വെറുതെ പരീക്ഷിച്ച് കളയാം, ഒരു കളിയാക്കൽ ഭാവത്തിൽ നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ ചിലത് ഹ്രസ്വകാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അവയിൽ വരുന്നത് ചിലപ്പോൾ നമുക്കൊരു വാഹനം വാങ്ങുന്നതോ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതോ, അതോ അല്ലെങ്കിൽ ഒരു ജോലി നേടിയെടുക്കുന്നതോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ദീർഘകാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലോ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കുക, കുറേ ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങിക്കുക, കുറേ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ആഗ്രഹം വരുന്നത് എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ഉറപ്പിക്കുക. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്തു തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നേടിയെടുക്കേണ്ടതെന്ന് പ്രയോറിറ്റി അനുസരിച്ചാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാദ്യമേ തന്നെ കരുതുക. പിന്നെ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടത് കൈയാണ്, ലെഫ്റ്റ് ഹാൻഡ്. നമ്മുടെ കയ്യിലെ ഈ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിലുള്ള ഈ ഒരു ഭാഗം, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഭാഗത്തിന് വളരെയധികം പ്രത്യേകതകളാണുള്ളത്. ഈ ഒരു പോയിന്റിന് പ്രപഞ്ചത്തിൻ്റെ ആകർഷണ ശക്തി ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ സുജോക്ക്, അക്യുപങ്ചർ, അക്യുപ്രഷർ തുടങ്ങിയ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ചികിത്സാ പദ്ധതികളിൽ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ അതികഠിനമായ തലവേദന അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഇപ്പം നല്ല സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇടവേളകൾ എടുത്ത് ഇങ്ങനെ അമർത്തുന്നത് ഒരുപാട് റിലീഫ് നൽകുന്നതാണ്. ഈ പറഞ്ഞ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു പോയിന്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് പറയാറുണ്ട്. മാത്രമല്ല, നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസിൻ്റെ ഇതുള്ളവർക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഹസ്തദാനം ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലാണ് ഇങ്ങനെ തമ്പ് ഫിംഗർ വന്ന് അമരുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് ഈ 2 ഓറ എനർജി ഉള്ള 2 പേഴ്സൺസാണ് നമ്മൾ. അപ്പോൾ 2 വ്യക്തികളുടെ ആ ഓറ കണക്റ്റ് ആവുന്നത് ഈ ഒരു ഹസ്തദാനത്തിലൂടെയാണ്. അപ്പോൾ അത് അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഓറ കണക്റ്റ് ആവാത്ത ആൾക്കാർക്ക് ഈ കൈ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ തമ്മിലുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് വ്യക്തമായി ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആൾക്കാർക്ക് ആ ഒരു ഹസ്തദാനത്തിലൂടെ തന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാകുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ടെക്നിക്കിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് രാത്രി സമയത്താണ്. നല്ല തണുത്ത വെള്ളത്തിൽ കൈകൾ നന്നായിട്ട് കഴുകി തുടയ്ക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിലുള്ള ആ ഭാഗത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിൻ്റെ സബ്ജക്റ്റ് എഴുതണം. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റാരും കാണുകെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് തന്നെ കാരണം ഇതാണ്. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രണയമാണ് സഫലമാക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? പ്രണയം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ലവ് അല്ലെങ്കിൽ പ്രണയം എന്നെഴുതണം. ഇനി ഈ എഴുതിയ പോയിന്റിൻ്റെ നേരെ ഉൾഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കൈപ്പത്തിക്ക് ഉള്ളിൽ ഇത് എഴുതിയ അതേ പോർഷനിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനിൽ എഴുതേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെയാണോ പ്രണയിക്കേണ്ടത്, ആരാണോ നിങ്ങളെ പ്രണയിക്കേണ്ടത്, ആ ആളുടെ പേരെഴുതുക. അതിന് താഴെയായിട്ട് സക്സസ് അല്ലെങ്കിൽ വിജയം എന്നുകൂടി എഴുതുക. ഇനി നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കാനാണ് ആഗ്രഹമെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത് ഹൗസ് അല്ലെങ്കിൽ വീട് എന്നാണ്. എന്നിട്ട് അതിൻ്റെ മറുഭാഗത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര കാലയളവ് കൊണ്ട് ഈ വീട് നിർമ്മാണം, ഭവന നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിതൊരു പരീക്ഷണമായിട്ട് ഇപ്പോൾ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് വീട് വയ്ക്കുക എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു കാൽക്കുലേഷൻ ഉണ്ട്, നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളുടെ എമൗണ്ട് വരുന്നത് ഇതൊക്കെ വച്ചിട്ട് നിങ്ങളൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര കാലത്തിനകത്ത് നമുക്കൊരു വീട് വേണമെന്ന്. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ കാലയളവിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലമാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എത്ര കാലയളവാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ കാലയളവ് എഴുതുക. ഇനി നിങ്ങൾ ഒരു രോഗത്താൽ ബുദ്ധിമുട്ടുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു പോയിന്റിലായിട്ട് രോഗം എന്നെഴുതുക. അതിൻ്റെ മറുഭാഗത്തായിട്ട് ഏത് രോഗമാണോ ഉള്ളത് ആ രോഗം എന്താണെന്ന് വ്യക്തമായി എഴുതുക. അതിൻ്റെ താഴെയായിട്ട് രോഗശമനം എന്നുകൂടി എഴുതുക. ഇനി നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നമാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ദാമ്പത്യ പ്രശ്നം എന്നാണ്. അതിന് താഴെയായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരെഴുതുക. അതിൻ്റെ താഴെയായിട്ട് ദൃഢദാമ്പത്യം എന്നുകൂടി എഴുതുക. ഇനിയിപ്പോൾ നിങ്ങളൊരു സുഹൃത്തുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്ന് അകന്നിരിക്കുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിലായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നെഴുതുക. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഫ്രണ്ടിൻ്റെ പേര്, അതിൻ്റെ താഴെയായിട്ട് ദൃഢസൗഹൃദം എന്നോ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് എന്നോ എഴുതുക. ഇനി നിങ്ങൾക്ക് സന്താനമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഈ പോയിന്റിൽ എഴുതേണ്ടത് സന്താനഭാഗ്യം എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് എത്ര സന്താനമാണ് വേണ്ടത് എന്നാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് തൊഴിൽ പ്രശ്നമാണെങ്കിൽ ഈ പോയിന്റിലായിട്ട് തൊഴിലെന്നെഴുതുക. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഏത് തൊഴിലാണ് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി എഴുതുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം എന്താണെന്ന് മുകളിൽ എഴുതുക. അത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, അത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഉൾഭാഗത്തും എഴുതുക. ഇനി നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ സംശയം അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയാവും.
ഞാൻ സൗകര്യം പോലെ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ടഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല, കമൻറ്റ് ചെയ്താൽ മതിയാവും, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു 14 ദിവസം ആണ് ചെയ്യേണ്ടത്. 14 ദിവസം രാത്രികളിലാണ് ഇത് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആരും കാണുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് സോപ്പിട്ട് കഴുകിക്കളയുക. ഒരു വ്യക്തി കണ്ടിട്ട് അതെന്താണെന്ന് ചോദിക്കേണ്ട ഒരു ഇടവരുത്തരുത്. അല്ലാതെ തന്നെ അത് നന്നായിട്ട് കഴുകിക്കളയുക. ഓരോ ദിവസവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുക. അത് പിറ്റേ ദിവസം രാവിലെ മായ്ച്ചു കളയുക. ഈ ഒരു ടെക്നിക്ക് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗത്തിൽ ഉള്ള ഒരു ടെക്നിക്കാണ്. ഇതുകൊണ്ട് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിച്ചിട്ടുള്ളതുമാണ്. ഒരു 14 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് ധനച്ചെലവ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായാണോ ഇത് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഫലപ്രാപ്തിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ആഗ്രഹം എഴുതി, പിറ്റേ ദിവസം മറ്റൊരാഗ്രഹം എഴുതി, അതിൻ്റെ അടുത്ത ദിവസം വേറൊരാഗ്രഹം എഴുതി, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് ആദ്യം പൂർത്തീകരിക്കേണ്ടത് ആ ആഗ്രഹത്തെ എഴുതുക. അടുത്ത ദിവസവും തുടർച്ചയായിട്ടുള്ള 14 ദിവസവും അതേ ആഗ്രഹം തന്നെ എഴുതി ആത്മാർത്ഥമായി ആഗ്രഹത്തോടു കൂടി തന്നെ അതിനെ സമീപിക്കുക. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 14 ദിവസം മാത്രം ചെയ്താൽ മതിയാകും. ഇപ്പോൾ ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 14 ദിവസം എഴുതുന്നതിന് ഇടയിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ തുടർന്ന് എഴുതേണ്ട കാര്യമില്ല, 14 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലമായല്ലോ, അപ്പോൾ വീണ്ടും അത് ചെയ്യേണ്ടതില്ല. ഇനി അല്ലാത്ത കുറച്ച് കാലങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ 14 ദിവസം എഴുതുക. ആ 14 ദിവസത്തിന് ശേഷം നിങ്ങളിത് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളിലേക്ക് ആ ഒരു പ്രപഞ്ചത്തിൻ്റെ എനർജി കടന്നു വരുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഊർജം, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുക. പതിയെ പതിയെ നിങ്ങളുടെ ആഗ്രഹം സഫലമാവുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ശാന്തമായി കാത്തിരിക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു എന്നിരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ട് നിങ്ങൾ താങ്ക്സ് യൂണിവേഴ്സ് എന്നുകൂടി എഴുതുക. അകത്ത് ഭാഗത്തും അതുപോലെ തന്നെ താങ്ക്സ് യൂണിവേഴ്സ് എന്ന് എഴുതുക. അപ്പോൾ ഒരാഗ്രഹം സഫലമായതിന് ശേഷം താങ്ക്സ് യൂണിവേഴ്സ് എന്ന് എഴുതുന്നത് ഒരു ദിവസം എഴുതിയാൽ മതിയാകും. അതും ഇതുപോലെ തന്നെ രാത്രിയിൽ എഴുതുക. പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരോടും വെളിപ്പെടുത്താതിരിക്കുന്നതും നല്ലതായിരിക്കും. ആ ഒരു കാര്യം സീക്രട്ടായിട്ട് തന്നെ നമുക്കുള്ളിൽ തന്നെ സീക്രട്ടായിട്ട് ഇരുന്നോട്ടെ. ആ ഒരു കാര്യം സഫലമായതിനു ശേഷം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ നിങ്ങൾ മാത്രം ഗോപ്യമായിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, ഈ ഒരു വിശേഷപ്പെട്ട പോയിന്റിന് ഒത്തിരിയധികം ഗുണഫലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അത് ഒരുപാട് ഗുണപ്രദമായിരിക്കും നിങ്ങൾക്ക്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. എല്ലാം പൂർത്തീകരിക്കാൻ ഈ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ഒരു വിശേഷപ്പെട്ട അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച ഈ ഒരു പ്രപഞ്ചത്തിന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക്സ് യൂണിവേഴ്സ്.